കേരളത്തിൽ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ആരായിരിക്കണമെന്നുള്ളതിനെക്കുറിച്ചുള്ള തർക്കം മൂർച്ഛിക്കുകയാണ്. ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ കോർട്ടിലാണ് പന്തുള്ളത് എന്നാണ് അവർ പറയുന്നത്. കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല എന്നിവരാണ് ഭൈമീ കാമുകന്മാരായിട്ടുള്ളത്. ഇനി ഇവരെയൊക്കെ മാറ്റി മറ്റാരെങ്കിലുമൊക്കെ AICC ഹൈക്കമാൻഡൊക്കെ തീരുമാനിക്കുമോ എന്നും നമുക്കറിയില്ല. ഏതായാലും കേരളത്തിൽ വലിയ ചലനങ്ങളാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, അതിൽ പലരും മുസ്ലിം ലീഗുകാരും ഉണ്ട് എന്നാണ് പറയുന്നത്. നേതാക്കന്മാരുടെയൊക്കെ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചു, മറ്റ് ചിലരുടെ ഫ്ലെക്സ് ബോർഡുകൾ കീറി, അതേപോലെ തന്നെ പ്രകടനങ്ങൾ നടത്തി. ഇപ്പോൾ വി.ഡി. സതീശന് അനുകൂലമായി പ്രകടനങ്ങൾ നടത്തി. അതിലൊക്കെ തന്നെ ലീഗുകാരുണ്ട് എന്നാണ് പറയുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ, ലീഗിൻ്റെ പിന്തുണയിൽ തന്നെ ജീവിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ, അദ്ദേഹം പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് ബോർഡുകൾ വരെ ചിലർ കീറി. ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് ബോർഡുകൾ കീറിയതിനെ ആരും ചോദ്യം ചെയ്തില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിലെ ഒരു MLA തന്നെ മുസ്ലിം ലീഗിനെ ചോദ്യം ചെയ്യുന്നതാണ് കണ്ടത്. മുസ്ലിം ലീഗ് കോൺഗ്രസിൻ്റെ നേതാവാകണം, ആരാകണം എന്ന കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത്. ഇപ്പോൾ മുമ്പൊക്കെ മാത്യു കുഴൽനാടനെ എഴുന്നള്ളിച്ചു കൊണ്ടിരുന്ന ആളുകളായിരുന്നു മുസ്ലിം ലീഗുകാരൊക്കെ. അതോടുകൂടി തന്നെ മുസ്ലിം ലീഗിൻ്റെ എല്ലാ ആളുകളും മാത്യു കുഴൽനാടനെതിരെ തിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ കത്തിച്ചു, അദ്ദേഹത്തിൻ്റെ ബോർഡ് താഴെയിട്ടു, അദ്ദേഹത്തിനെതിരെ പ്രതിഷേധവുമായി വന്നു. ഒടുവിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ വളരെ മോശമായ ഭാഷയിൽ മാത്യു കുഴൽനാടനെ അപലപിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം പാർട്ടിക്കാരനെ മറ്റൊരു പാർട്ടിക്കാർക്ക് വേണ്ടി ചെയ്യുകയാണ്. കാരണം അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതിനും കാര്യമുണ്ട്. കാരണം കേരളത്തിൽ കോൺഗ്രസ് ഒക്കെ നിലനിൽക്കുന്നത് തന്നെ, ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിച്ചെങ്കിൽ കോൺഗ്രസിൻ്റെ അഡ്രസ്സ് ഉണ്ടാവുമായിരുന്നില്ല. കാരണം കോൺഗ്രസ് നിലനിൽക്കുന്നത് തന്നെ വടക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെയും തെക്കൻ കേരളത്തിൽ ക്രിസ്ത്യൻ പള്ളിയുടെയൊക്കെ പിന്തുണ കിട്ടുന്നത് കൊണ്ട് മാത്രമാണ്. ഇപ്പം രാഹുൽ ഗാന്ധിക്ക് സുരക്ഷിതമായ മണ്ഡലം തേടി അവർ വരുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. ആ കേരളത്തിൽ വരുന്നത് മുസ്ലിം ലീഗിൻ്റെ പിന്തുണയിലാണ്. വയനാട് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് മുസ്ലിം ലീഗുകാർക്ക് ഭൂരിപക്ഷമുള്ള, മുസ്ലിം ലീഗിന് അങ്ങേയറ്റത്തെ സ്വാധീനമുള്ള മണ്ഡലമാണ്. അത് മലപ്പുറം ജില്ലയിലെ 3 മണ്ഡലമുണ്ട്, വയനാട് ജില്ലയിലെ 3 മണ്ഡലമുണ്ട്, കോഴിക്കോട് ജില്ലയിലെ 1 മണ്ഡലമുണ്ട്. ഇപ്പോൾ ഈ മണ്ഡലങ്ങളിലൊക്കെ മുസ്ലിം ലീഗിന് കാര്യമായ സ്വാധീനമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് പിന്നീട് രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ കിട്ടിയ സീറ്റ് നിലനിർത്തുകയും കേരളത്തിലെ സീറ്റ് ഉപേക്ഷിക്കുകയും ചെയ്ത സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തത്? പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത്. പ്രിയങ്കയെ വിജയിപ്പിക്കാനും മുസ്ലിം ലീഗുകാരൊക്കെ വന്നിരുന്നു. അങ്ങനെ മുസ്ലിം ലീഗുകാരുടെ സഹായം കൊണ്ട് കിട്ടിയ വിജയം. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ തീരുമാനിക്കുന്നതിൽ, അങ്ങനെ അഭിപ്രായം പറയുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള ആളുകൾ പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് പരസ്യമായിട്ട് മുസ്ലിം ലീഗിൻ്റെ കൂടെ, മുസ്ലിം ലീഗിൻ്റെ പാർട്ടി നേതൃത്വം ഒരു നേതാവിൻ്റെ കൂടെ നിൽക്കുന്നത് ശരിയായ സമീപനമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൽ കുഴൽനാടൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അദ്ദേഹം ചോദിച്ചു, മുസ്ലിം ലീഗിൻ്റെ നേതാവാകണം, ആരാവണം എന്നുള്ളതിനെക്കുറിച്ച് കോൺഗ്രസ്സോ RSPയോ കേരള കോൺഗ്രസ്സോ അഭിപ്രായം പറയാൻ പോയാൽ എങ്ങനെയുണ്ടാവും എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചിരുന്നു. അപ്പോൾ ഇവിടെ തികച്ചും തെറ്റായ ഒരു പ്രവണതയാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് കാണിക്കുന്നത്. ഇത് നേരത്തെയൊന്നും അവർക്കുണ്ടായിരുന്നില്ല. നമുക്കറിയാം, കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയം ഇത്രമാത്രം ശക്തമാകുന്നത് 2 മുന്നണികളും, അത് ഇടതുപക്ഷ മുന്നണിയാണെങ്കിലും വലതുപക്ഷ മുന്നണിയാണെങ്കിലും മുസ്ലിം രാഷ്ട്രീയത്തെ പ്രീണിപ്പിച്ചതുകൊണ്ടാണ്. മുമ്പൊന്നും മുസ്ലിം ലീഗിന് അവരാരും മന്ത്രിസഭയിലൊന്നും പ്രവേശനം കൊടുത്തിട്ടില്ല. 1967 മുസ്ലിം ലീഗ് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ അധികാര രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അങ്ങനെ മുസ്ലിം ലീഗിനെ പിന്നീട് 2 പാർട്ടികളും 2 മുന്നണികളും പ്രീണിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. മുസ്ലിം ലീഗിൻ്റെ പുറത്തൊരു മാർക്കുണ്ട്. കാരണം ഇന്ത്യയുടെ വിഭജനത്തിന് ഉത്തരവാദികളായ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവർക്കാണ് ഞങ്ങൾക്ക് മതപരമായ ഞങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ ഇന്ത്യ രാജ്യത്ത് കഴിയില്ല, ഞങ്ങൾക്ക് പ്രത്യേക രാജ്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം ലീഗ് പാകിസ്ഥാൻ രൂപീകരണത്തിന് വേണ്ടി വാദിച്ചത്. അപ്പം അന്ന് മുതൽ മുസ്ലിം ലീഗിനെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ സ്ഥാനമില്ല. അവരെ മോശക്കാരായിട്ടാണ് ചിത്രീകരിക്കുന്നത്, ദുരാഷ്ട്രവാദികളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. കുറേ ആളുകൾ ഇന്ത്യയുടെ മുഖ്യധാരയിലേക്ക് വന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്ക് അപ്പോഴും ഒരു മാന്യത കിട്ടിയിരുന്നില്ല. ജവഹർലാൽ നെഹ്റു പോലും മുസ്ലിം ലീഗിനെ തള്ളിപ്പറഞ്ഞതാണ്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സുകാർ മുസ്ലിം ലീഗിന് പരിഗണന കൊടുത്തു. മുസ്ലിം ലീഗിന് പരിഗണന കൊടുക്കുന്നത് UDF കൊടുക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ കൊടുക്കുന്നതോടുകൂടി
LDFും അല്ലെങ്കിൽ ഇടതുപക്ഷവും അവർക്ക് പരിഗണന കൊടുത്തു എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ഇപ്പോൾ അവർ കൊത്തി മുറത്തിൽ കയറി കൊത്താൻ പാകത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം. അപ്പം അതുകൊണ്ട് മുസ്ലിം ലീഗ് വളരെയധികം മോശമായ രീതിയിലാണ്, തെറ്റായ രീതിയിലാണ് അവർ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുന്നത്. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗുമായിട്ട് വളരെയധികം ബന്ധമുള്ള നേതാക്കന്മാരാണ് രമേശ് ചെന്നിത്തലയും KC വേണുഗോപാൽ. പക്ഷെ എന്തുകൊണ്ടാണ് അവർ VD സതീശനെ മാത്രം പിന്തുണയ്ക്കുന്നത്? അതിൻ്റെ ലോജിക്കാണ് മനസ്സിലാവാത്തത്. നമുക്കറിയാം, കേരളത്തിൽ ഇത്ര വലിയൊരു തെരഞ്ഞെടുപ്പ് നടന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരായ ശക്തിയായ വികാരം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ UDF അധികാരത്തിൽ വന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ മുഴുവൻ ക്രെഡിറ്റ് VD സതീശന് മാത്രം കൊടുക്കുന്നതിൻ്റെ പിറകിലെ ചേതോവികാരം എന്താണ്? ഇപ്പോൾ VD സതീശനെതിരെ ഈ ഏറ്റവും ഒടുവിൽ കോൺഗ്രസിലെ പ്രമുഖ നേതാവ് സിമി റോസ്ബെൽ ജോൺ വരെ പരസ്യമായിട്ട് രംഗത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരെ അടിച്ച് ശരിയാക്കി ഗുരുതരമായി പരിക്കേൽപ്പിച്ചതിൻ്റെയൊക്കെ പിറകിൽ VD സതീശനാണ്. അദ്ദേഹം ഇത്രയധികം വിഭാഗീയത കാണിക്കുന്ന ഒരാളാണ് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളൊക്കെയാണ് വന്നത്. അപ്പോൾ VD സതീശനെ മഹാനാക്കാനുള്ള ഒരു ശ്രമം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന സമയത്ത് യഥാർത്ഥത്തിലുള്ള VD സതീശനെ എക്സ്പോസ് ചെയ്യുകയാണ്, തുറന്നു കാണിക്കുകയാണ് കോൺഗ്രസിലെ തന്നെ വനിതാ നേതാവ് ചെയ്യുന്നത്. പക്ഷേ അതൊന്നും ലീഗിനെ ബാധിക്കുന്ന വിഷയമല്ല. അവരെന്തുകൊണ്ടാണ് VD സതീശനെ ഇത്രയധികം പിന്തുണയ്ക്കുന്നത്? ഒരു വേള VD സതീശൻ ഞാൻ ഒരു മത നേതാവിൻ്റെയും തിണ്ണ നിരങ്ങില്ല എന്ന് പറഞ്ഞിരുന്ന ആളാണ്. പക്ഷേ ഇന്ന് VD സതീശൻ മുസ്ലിം മതമൗലികവാദികളുടെ തടവറയിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ ഇലക്ഷൻ പ്രചരണം ആരംഭിക്കുന്നതിന് ആ സമയത്ത് തന്നെ CPM ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു. കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ അത് മുസ്ലിം ലീഗിൻ്റെ ഭരണമായിരിക്കും, ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണമായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതേ ജമാഅത്തെ ഇസ്ലാമിയെ പലപ്പോഴും പിന്തുണച്ച പാർട്ടിയാണ് CPMഉം LDFും എന്നുള്ളത് മറ്റൊരു കാര്യം. കേരളത്തിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വളരെയധികം സ്വാധീനം നേടിക്കൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അതിരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു സംഘടനയല്ല, ഇന്ത്യയുടെ അതിരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന സംഘടനയല്ല, അതൊരു ആഗോള സംഘടനയാണ്. അപ്പം ഒരു പാൻ ഇസ്ലാമിക് രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. അത് ലോകത്തെല്ലാ സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അപ്പം ഇസ്ലാമിക ശക്തികൾ ലോകത്ത് ഒരുപാട് സ്ഥലത്ത് ക്രിസ്ത്യാനികൾക്ക് നേരെ ഭീകരമായ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ ലോകത്തെല്ലാ സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിട്ട്, അല്ലാതെ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയല്ല ജമാഅത്തെ ഇസ്ലാമി, സംഘടനയല്ല ജമാഅത്തെ ഇസ്ലാമി. അത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ്. കശ്മീരിൽ ഇവർ പറയുന്നു, കശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളുടെ ഭാഗമല്ല എന്ന് പറയുന്നു. പിന്നെ ആരുടെ ഭാഗമാണ്? ഇപ്പോൾ ലോകത്തെല്ലാ സ്ഥലത്തും ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. അത് ഹിന്ദു വിരുദ്ധ കൂട്ടക്കൊലകൾക്ക് നേതൃത്വം കൊടുക്കുന്ന, ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ച, ഹിന്ദുക്കളെ കശാപ്പ് ചെയ്യുന്ന ഒരു സംഘടനയായിട്ട് മാറിയിരിക്കുന്നു ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി. ബംഗ്ലാദേശിൻ്റെ വിമോചന പോരാട്ടത്തിന്, അതായത് പാകിസ്ഥാൻ പട്ടാളത്തിനെതിരായിട്ട് ബംഗ്ലാദേശിലെ ജനങ്ങൾ പോരാടിയ സമയത്ത് അന്ന് പാകിസ്ഥാൻ്റെ കൂടെ നിന്ന ആളുകളാണ്. ബംഗ്ലാദേശിലെ ജനങ്ങളെ കശാപ്പ് ചെയ്ത, ബംഗ്ലാദേശി ജനങ്ങളെ മാനഭംഗം ചെയ്ത, ബംഗ്ലാദേശിൽ നരഹത്യ നടത്തിയ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ കൂടെ നിന്ന ചരിത്രമാണ് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത്. അപ്പോൾ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്നാണ് അവർ നിയന്ത്രിക്കപ്പെടുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അതേ ജമാഅത്തെ ഇസ്ലാമിയാണ് ഇപ്പോൾ ഭരണത്തിൽ അന്യായമായ സ്വാധീനം നേടിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പല സ്ഥാനാർത്ഥികളും ലീഗിൻ്റെ ടിക്കറ്റിൽ ജയിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ജമാഅത്തെ ഇസ്ലാമി അവരുടെ മതരാഷ്ട്രവാദമാണ് ജമാഅത്തെ. അതായത് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് കീഴിലല്ല, അല്ലെങ്കിൽ ഇവിടെ ഹിന്ദുക്കളെയൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, മതേതരത്വം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ആളുകളാണ് എന്ന് പറയുന്ന ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി. അങ്ങനെയുള്ള ആ മതരാഷ്ട്രവാദത്തിൻ്റെ പേരിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ട സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കാൻ വന്ന ആളാണ് VD സതീശൻ. അദ്ദേഹം പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദമൊക്കെ ഉപേക്ഷിച്ചു. ഉടൻ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവ് പറഞ്ഞു, ഞങ്ങളങ്ങനെ മതരാഷ്ട്രവാദമൊന്നും ഉപേക്ഷിച്ചിട്ടില്ല എന്ന് അവർ തന്നെ വ്യക്തമാക്കിയതാണ്. അങ്ങനെ ഒരു നെക്സസ്, അതായത് മുസ്ലിം സംഘടനകളും VD സതീശനും തമ്മിലുണ്ട്. അല്ലാതെ രമേശ് ചെന്നിത്തലയേക്കാളും KC വേണുഗോപാലിനേക്കാളും കൂടുതൽ എന്തെങ്കിലും ഗുണം VD സതീശനുണ്ട് എന്ന് PK കുഞ്ഞാലിക്കുട്ടിക്കും മുസ്ലിം ലീഗിലെ നേതാക്കൾക്കും പാണക്കാട് തങ്ങൾക്കും ഒക്കെ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾക്കും പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഇവരൊക്കെ തന്നെ മുസ്ലിം പാണക്കാടിലെ വീട്ടുപടിക്കൽ പോയിരിക്കുന്ന ആളുകളാണ്. പക്ഷേ കൂടുതൽ രാഷ്ട്രീയമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കുന്ന നിലപാടാണ് VD സതീശൻ കൈക്കൊണ്ടിരിക്കുന്നത്.
അങ്ങേയറ്റത്തെ വർഗീയ മതമൗലികവാദികളെ സഹായിക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന നമുക്ക് വേണമെങ്കിൽ രാജ്യവിരുദ്ധ സംഘടനയാണെന്ന് വരെ ആരോപിക്കാവുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. കാരണം അവരൊരു മതരാഷ്ട്രവാദികളാണ്. ഇന്ത്യയുടെ മതേതര രാഷ്ട്രം എന്ന വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഭരണഘടനയിലൊന്നും വിശ്വസിക്കാത്ത മതനിയമത്തിൽ മാത്രം വിശ്വസിക്കുന്ന ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി. അങ്ങനെയുള്ള ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കാൻ പോയ ആളാണ് വി ഡി സതീശൻ. അതുകൊണ്ടാണ് വി ഡി സതീശനെ മുസ്ലിം ലീഗും അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും അവർ സപ്പോർട്ട് ചെയ്യുന്നത്. അവരൊരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാരണം അവർക്ക് വേണമെങ്കിൽ അത് അവരുടെ ഒരു ഇൻ ഹൗസ് മീറ്റിങ്ങിൽ വേണമെങ്കിൽ തങ്ങളുടെ പാർട്ടിക്ക് ഇങ്ങനെയൊക്കെ അഭിപ്രായമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പരസ്യമായിട്ട് ഒരു കോൺഗ്രസിനകത്തുള്ള ഒരു അധികാര തർക്കം വരുന്ന സമയത്ത് ആര് നേതാവാണ് എന്ന് പറയുന്ന സമയത്ത് കോൺഗ്രസിനകത്ത് നിന്ന് പുറത്തു നിന്നുകൊണ്ട് ഇതിനകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. MSFൻ്റെ നേതാക്കന്മാരൊക്കെ പരസ്യമായിട്ട് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെതിരെയൊക്കെ പ്രകടനം നടത്തി. അവർ വി ഡി സതീശനെ പൊക്കി നടന്നു. അവർക്ക് എന്ത് അധികാരമാണുള്ളത്? അപ്പം എന്താണ് മുസ്ലിമായിട്ടുള്ള കോൺഗ്രസ്സുകാരനും മുസ്ലിം ലീഗും തമ്മിലുള്ള അതിർവരം എന്താണ്? അപ്പം കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനമല്ലേ? കോൺഗ്രസ് ഒരു മതേതര പ്രസ്ഥാനമല്ലേ? അപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലേ? ഇത് വ്യക്തമാക്കേണ്ടത് ആരുടെ കടമയാണ്? കോൺഗ്രസ് നേതൃത്വത്തിലെ കടമയാണ്. അപ്പം കേവലം കുറച്ച് വോട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരുടെ താല്പര്യങ്ങളാണ് ബലികഴിക്കുന്നത്? നിങ്ങൾ ബലികഴിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളാണ്. അപ്പം മുസ്ലിം ലീഗിനെ നിലക്കി നിർത്താൻ ആർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസിന് കഴിയുന്നില്ല. ഒരു പക്ഷേ കേരളത്തിൽ ഇപ്പോൾ 102 സീറ്റ് കിട്ടിയിരിക്കുന്നു UDFന്. ഈ സീറ്റ് ഇത്രയൊന്നും കിട്ടിയിരുന്നില്ലെങ്കിൽ വലിയ വിലപേശൽ ശക്തിയായിരുന്നു മുസ്ലിം ലീഗിനുണ്ടാകുന്നത്. ഇപ്പം മുസ്ലിം ലീഗിന് 22 അംഗങ്ങൾ മാത്രമാണുള്ളത്. മുസ്ലിം ലീഗുകാർ പൂർണ്ണമായിട്ടും പിന്തുണ പിൻവലിച്ചാലും കോൺഗ്രസ് മുന്നണിക്ക് അല്ലെങ്കിൽ UDFന് കേരളത്തിലെ ഭരണത്തിൽ തുടരാൻ കഴിയും. ഇത്രയൊക്കെ ആയിട്ടും, അതായത് അത്രയും വിലപേശൽ ശക്തിയില്ലാത്ത സമയത്തും അവർ വിലപേശുകയാണ് ചെയ്യുന്നത്. കാരണം കോൺഗ്രസിൻ്റെ നേതാവ് ആര് ആകണം എന്നുവരെ തീരുമാനിക്കാൻ അതിൽ AICC നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്താൻ ഉള്ള ശ്രമമാണ് മുസ്ലിം ലീഗ് നടത്തുന്നത്. ഇത് അങ്ങേയറ്റം ആപൽക്കരമാണ്. ഇത് കോൺഗ്രസിലെ നേതാക്കൾ തങ്ങളുടെ സ്വന്തം അധികാരം നിലനിർത്താൻ വേണ്ടി തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അല്ലെങ്കിൽ പാർട്ടി താല്പര്യങ്ങൾ, ദേശീയ താല്പര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ താത്വികമായിട്ട് ന്യായീകരിക്കാൻ പോയതിൻ്റെ കുഴപ്പമാണ് ഇവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ കോൺഗ്രസിനകത്ത് മുസ്ലിം ലീഗ് കയറി കഴിഞ്ഞിരിക്കുന്നു, കോൺഗ്രസിനകത്ത് ജമാഅത്തെ ഇസ്ലാമി കയറി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അവർ വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയും പിന്നെ അതേപോലെ തന്നെ KC വേണുഗോപാലിനൊക്കെ അംഗീകരിക്കുമെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനകത്തേക്ക് തങ്ങളുടെ സ്വന്തം ആളുകളെ നേതൃസ്ഥാനത്തേക്ക് അവർ തിരികെ കയറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു അപകടകരമായ സ്ഥിതിവിശേഷത്തിലേക്കാണ് കേരളം പോകുന്നത്. ഇത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പതനത്തിലേക്കാണ് പോകുന്നത് എന്ന് അവരെ ഓർമ്മിപ്പിക്കാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്.